19/8/24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, ജ്ഞാനത്തിൻ്റെ ധാരണ ചെയ്തുകൊണ്ടിരിക്കൂ. അപ്പോൾ അന്തിമത്തിൽ നിങ്ങൾ ബാബയ്ക്ക് സമാനമായി മാറും. ബാബയുടെ മുഴുവൻ ശക്തിയും നിങ്ങൾ ആഗിരണം ചെയ്യും. ചോദ്യം: ഏത് 2 വാക്കുകളുടെ സ്മൃതിയിലൂടെ സ്വദർശന ചക്രധാരിയാകുവാൻ സാധിക്കും? ഉത്തരം: ഉയർച്ചയും പതനവും, സതോ പ്രധാനവും തമോ പ്രധാനവും, ശിവാലയവും വേശ്യാലയവും. ഈ രണ്ട് കാര്യങ്ങൾ സ്മൃതിയിൽ ഉണ്ടായിരിക്കുമെങ്കിൽ നിങ്ങൾ സ്വദർശന ചക്രധാരിയായി മാറും. കുട്ടികളായി നിങ്ങൾ ഇപ്പോൾ ജ്ഞാനത്തെ യഥാർത്ഥ രീതിയിൽ അറിയുന്നു. ഭക്തിയിൽ ജ്ഞാനം ഇല്ല, കേവലം മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഭക്തിമാർഗം തന്നെ മനസ്സന്തോഷം ഉണ്ടാക്കുന്നതിൻ്റെ മാർഗമാണ്. ഓം ശാന്തി. മധുരമായ ആത്മീയ കുട്ടികൾക്ക് ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ഇപ്പോൾ കുട്ടികളായ നിങ്ങളെക്കുറിച്ച് ബാബ പറയുന്നു, നിങ്ങൾ എത്ര ഉയർന്നവരായിരുന്നു. ഉയർച്ചയുടെയും പതനത്തിൻ്റെയും കളിയാണിത്. നമ്മൾ എത്ര ഉത്തമവും പവിത്രവുമായിരുന്നു എന്നത് നിങ്ങളുടെ ബുദ്ധിയിൽ ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ എത്ര താഴ്ന്നവരായിരിക്കുന്നു. ദേവീദേവന്മാരുടെ മുന്നിൽ നിങ്ങൾ തന്നെ പോയി പറയുന്നു, അങ്ങ് ഉയർന്നതാണ്, നമ്മൾ താഴ്ന്നവരാണ്. ആദ്യം ഇതറിയില്ലായിരുന്നു. നമ്മൾ തന്നെയാണ് ഉയർന്നതിലും ഉയർന്നതും താഴ്ന്നതും ആകുന്നത്. ഇപ്പോൾ ബാബ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ എത്ര ഉയർന്നതും പവിത്രവുമായിരുന്നു, പിന്നെ എത്ര അപവിത്രമായിരിക്കുകയാണ്. പവിത്രമായവരെ ഉയർന്നതായി പറയുന്നു. അതിനെ പറയുന്നത് വൈസ്ലെസ് വേൾഡ് എന്നാണ്. അവിടെ നിങ്ങളുടെ രാജ്യമുണ്ടായിരുന്നു. അത് വീണ്ടും ഇപ്പോൾ സ്ഥാപിതമായിക്കൊണ്ടിരിക്കുന്നു. ബാബ കേവലം സൂചന നൽകുന്നു. നിങ്ങൾ വളരെ ഉത്തമവും ശിവാലയമായ സത്യയുഗത്തിലെ നിവാസികളായിരുന്നു. പിന്നെ ജന്മമെടുത്തെടുത്ത് പകുതിയാകുമ്പോൾ നിങ്ങൾ വികാരത്തിൽ വീണു. അപ്പോൾ പതീതവും വിഷ്യസും ആയി. പകുതി കൽപ്പം വിഷ്യസ് ആയിരുന്നു. ഇപ്പോൾ വീണ്ടും നിങ്ങൾക്ക് വൈസ്ലെസ്സും സതോ പ്രധാനവും ആകേണ്ടതുണ്ട്. 2 വാക്കുകൾ ഓർമ്മിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇത് തമോ പ്രധാന ലോകമാണ്. സതോ പ്രധാന ലോകത്തിൻ്റെ അടയാളമാണ് ഈ ലക്ഷ്മി നാരായണൻ. 5000 വർഷത്തിൻ്റെ കാര്യമാണ്. സതോ പ്രധാന ഭാരതത്തിൽ രാജ്യം ഉണ്ടായിരുന്നു. ഭാരതം വളരെ ഉത്തമമായിരുന്നു. ഇപ്പോൾ കനിഷ്ഠമാണ്. വൈസ്ലെസ്സിൽ നിന്നും വിഷ്യസ് ആകുന്നതിന് നിങ്ങൾക്ക് 84 ജന്മമെടുത്തു. അവിടെയും അല്പാൽപം കല കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എങ്കിലും സമ്പൂർണ്ണ നിർവികാരി എന്നാണല്ലോ പറയുക. പൂർണ്ണമായും സമ്പൂർണ്ണ നിർവികാരി എന്ന് ശ്രീകൃഷ്ണനെയാണ് പറയുക. കൃഷ്ണൻ വെളുപ്പായിരുന്നു, ഇപ്പോൾ കറുത്തുപോയി. നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം, നമ്മൾ ശിവാലയത്തിൽ വിശ്വത്തിൻ്റെ അധികാരിയായിരുന്നു. രണ്ടാമതൊരു ധർമ്മമേ ഉണ്ടായിരുന്നില്ല. കേവലം നമ്മുടെ മാത്രം രാജ്യമായിരുന്നു. പിന്നെ 2 കല കുറഞ്ഞു. അല്പാൽപം കലകൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ത്രേതായിൽ 2 കല കുറഞ്ഞു. പിന്നീട് വിഷ്യസാകുന്നു. വീണ് മോശമായി മാറുകയും ചെയ്യുന്നു. ഇതിനെ പറയുന്നത് വിഷ്യസ് വേൾഡ് എന്നാണ്. വിഷയവൈതരണി നദിയിൽ മുങ്ങി താണുകൊണ്ടിരിക്കുന്നു. അവിടെ ക്ഷീരസാഗരത്തിൽ വസിച്ചിരുന്നു. നിങ്ങൾ മുഴുവൻ വേൾഡിൻ്റെയും ഹിസ്റ്ററിയും ജോഗ്രഫിയും തൻ്റെ 84 ജന്മങ്ങളുടെ കഥയും മനസ്സിലാക്കി. നമ്മൾ വൈസ്ലെസ് ആയിരുന്നു. ഇവരുടെ രാജ്യത്തിലായിരുന്നു. പവിത്ര രാജ്യം ഉണ്ടായിരുന്നു. അതിനെ ഫുൾ സ്വർഗം എന്ന് പറയും. പിന്നെ ത്രേതായിൽ സെമി സ്വർഗമാണ്. ഇത് ബുദ്ധിയിലുണ്ടല്ലോ. ബാബ തന്നെയാണ് വന്ന് സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കിച്ചു തരുന്നത്. മധ്യത്തിൽ തന്നെയാണ് രാവണൻ വന്നത്. പിന്നെ അന്തിമത്തിൽ ഈ വിഷ്യസ് ലോകത്തിൻ്റെ വിനാശമുണ്ടാകും. വീണ്ടും ആദിയിലേക്ക് പോകുന്നതിനു വേണ്ടി പവിത്രമാകണം. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി എന്നെ മാത്രം ഓർമ്മിക്കൂ.
സ്വയം ദേഹമായി മനസ്സിലാക്കാതിരിക്കൂ. നിങ്ങൾ ഭക്തിമാർഗത്തിൽ വാഗ്ദാനം ചെയ്തിരുന്നു, ബാബ അങ്ങ് വരികയാണെങ്കിൽ നമ്മൾ അങ്ങയുടേത് തന്നെയാകും. ആത്മാവ് ബാബയോട് സംസാരിക്കുന്നു. ശ്രീകൃഷ്ണൻ സർവ ആത്മാക്കളുടെയും പിതാവ് ആയിരുന്നില്ല. ആത്മാക്കളുടെ പിതാവ് ഒരേ ഒരു നിരാകാരനായ ശിവബാബ തന്നെയാണ്. പരിധിയുള്ള പിതാവിൽ നിന്നും പരിധിയുള്ള സമ്പത്താണ്. പരിധിയില്ലാത്ത പിതാവിൽ നിന്നും പരിധിയില്ലാത്ത സമ്പത്ത് ഭാരതത്തിന് ലഭിക്കുന്നു. അതിനാൽ സത്യുഗത്തെ ശിവാലയം എന്ന് പറയുന്നു. ശിവബാബ വന്ന് ദേവീദേവതാ ധർമ്മത്തിന്റെ സ്ഥാപന ചെയ്തു. ഇത് സദാ ഓർമ്മ വയ്ക്കേണ്ടത് ആവശ്യമാണ്. സന്തോഷത്തിന്റെ കാര്യമാണല്ലോ. ഇപ്പോൾ നമ്മൾ വീണ്ടും ശിവാലയത്തിലേക്ക് പോകുന്നു. ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ സ്വർഗത്തിൽ പോയി എന്ന് പറയും. പക്ഷേ ആരും ഒരിക്കലും പോകുന്നില്ല. ഇതെല്ലാം ഭക്തിമാർഗത്തിലെ കെട്ടുകഥകളാണ്, മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി. സത്യസത്യമായ ഹെവനിൽ ഇപ്പോൾ നിങ്ങൾ പോകാൻ പോവുകയാണ്. അവിടെ ഏതെങ്കിലും രോഗമോ മറ്റോ ഉണ്ടായിരിക്കില്ല. നിങ്ങൾ സദാ ഹർഷിതമായിരിക്കുന്നു. ബാബ എത്ര സഹജമാക്കി ചെറിയ ചെറിയ കുട്ടികളോട് എന്ന പോലെ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. പുറത്ത് എവിടെ കഴിയുകയാണെങ്കിലും നിങ്ങൾക്ക് പദവി നേടാൻ സാധിക്കും. ഇതിൽ ആദ്യം മുഖ്യമായത് പവിത്രതയാണ്. ആഹാരപാനീയം ശുദ്ധമായിരിക്കണം. ദേവതമാരുടെ മുന്നിൽ എപ്പോഴെങ്കിലും സിഗരറ്റിന്റെയോ ബീഡിയുടെയോ മറ്റോ ഭോഗ് അർപ്പിക്കാറുണ്ടോ? ഗ്രന്ഥത്തിന് മുന്നിൽ എപ്പോഴെങ്കിലും മുട്ടയോ ബീഡിയോ മറ്റോ ഭോഗ് വെച്ചിട്ടുണ്ടോ? ഗ്രന്ഥത്തെ ഗുരു ഗോവിന്ദന്റെ ശരീരം പോലെ കണക്കാക്കുന്നു. ഗ്രന്ഥത്തിന് ഇത്രയും മാന്യത നൽകുന്നു. ഇത് ഗുരുവിന്റെ ദേഹം പോലെയാണ്. ഇങ്ങനെ സിഖുകാർ മനസ്സിലാക്കുന്നു. എന്നാൽ ഗുരു നാനാക്ക് അല്ല ഇരുന്ന് ഗ്രന്ഥം എഴുതിയത്. നാനാക്ക് അവതാരം എടുത്തു. സിഖുകാരുടെ അഭിവൃദ്ധി ഉണ്ടായി. പിന്നീടാണ് അവർ ഗ്രന്ഥവും മറ്റും എഴുതിയത്. ഒന്നിനു ശേഷം വീണ്ടും സിഖ് ധർമ്മത്തിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. ആദ്യം ഗ്രന്ഥവും ഇത്രയും ചെറുതും കൈകൊണ്ട് എഴുതപ്പെട്ടതുമായിരുന്നു. ഇപ്പോൾ ഗീതയുടെ കാര്യത്തിലും ഇത് ശ്രീകൃഷ്ണന്റെ രൂപമാണ് എന്ന് കരുതുന്നു. നാനാക്കിന്റെ ഗ്രന്ഥം ഉള്ളതുപോലെ ശ്രീകൃഷ്ണന്റെ ഗീതയും പാടപ്പെട്ടിട്ടുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാൻ ഉവാച എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനെ അജ്ഞാനം എന്ന് പറയുന്നു. ജ്ഞാനം ഒരു പരംപിത പരമാത്മാവിൽ തന്നെയാണുള്ളത്. ഗീതയിലൂടെ തന്നെയാണ് സദ്ഗതി ഉണ്ടാകുന്നത്. ആ ജ്ഞാനം ബാബയുടെ അടുക്കൽ തന്നെയാണുള്ളത്. ജ്ഞാനത്തിലൂടെ പകൽ, ഭക്തിയിലൂടെ രാത്രി ഉണ്ടാകുന്നു. ഇപ്പോൾ ബാബ പറയുന്നു, ആത്മാവിനെ പവിത്രമാക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി പ്രയത്നിക്കേണ്ടി വരും. മായയുടെ ഇങ്ങനെയുള്ള ശക്തമായ കൊടുങ്കാറ്റ് വരുന്നു. അതിലൂടെ ജ്ഞാനം പൂർണ്ണമായും പറന്നു പോകുന്നു. ആരോടെങ്കിലും പറയാൻ പോലും സാധിക്കുന്നില്ല. ആദ്യം കാമവികാരം തന്നെയാണ് വളരെയധികം ശല്യം ചെയ്യുന്നത്. അതിൽ തന്നെയാണ് സമയമെടുക്കുന്നത്. യഥാർത്ഥത്തിൽ 1 സെക്കൻഡിൽ ജീവൻ മുക്തിയുടെ കാര്യമാണ്. കുട്ടി ജനിച്ചു, അധികാരിയാവുകയും ചെയ്തു. ശിവബാബ വന്നിരിക്കുകയാണ് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു. സമ്പത്തിന്റെ അവകാശിയാവുകയും ചെയ്തു. ഗീതയും ശിവബാബയാൽ ഉച്ചരിക്കപ്പെട്ടത് തന്നെയാണ്. ആ ഒന്ന് തന്നെയാണ് പറഞ്ഞത്, എന്നെ മാത്രം ഓർമ്മിക്കൂ. ഞാൻ ഈ സാധാരണ ശരീരത്തിൽ വന്നിരിക്കുന്നു. ശ്രീകൃഷ്ണൻ സാധാരണമല്ല. കൃഷ്ണൻ ജന്മമെടുക്കുമ്പോൾ മിന്നൽ പോലെ തിളങ്ങുന്നു. വളരെ പ്രഭാവമുണ്ടാകുന്നു. അതിനാൽ ഇപ്പോൾ വരെയും ശ്രീകൃഷ്ണന്റെ മഹിമ ചെയ്യുന്നു. പിന്നെ ശാസ്ത്രങ്ങളും മറ്റുമെല്ലാം ഭക്തിമാർഗത്തിൻ്റെതാണ്. ഇംഗ്ലീഷിൽ ഫിലോസഫി എന്ന് പറയുന്നു. സ്പിരിച്വൽ നോളജ് സ്പിരിച്വൽ ഫാദറിന് തന്നെയാണ് നൽകുവാൻ സാധിക്കുന്നത്. സ്വയം പറയുന്നു, ഞാൻ നിങ്ങളുടെ സ്പിരിച്വൽ ഫാദറാണ്. ജ്ഞാനത്തിന്റെ സാഗരമാണ്. കുട്ടികളായ നിങ്ങളും ബാബയിൽ നിന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ജ്ഞാനം ധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ അവസാനം ബാബയെ പോലെ ആയി മാറും. മുഴുവൻ ആധാരവും ധാരണയുടെ മേലാണ്. പിന്നെ ബാബയുടെ ഓർമ്മയിലൂടെ ആ ശക്തി വന്നു ചേരും. ഓർമ്മയെ മൂർച്ച എന്നും പറയുന്നു.
വാളുകൾ തമ്മിലും വ്യത്യാസമുണ്ടായിരിക്കുമല്ലോ. ഒരേ വാൾ 100 രൂപയുടേതുമുണ്ട്, അതേ വാൾ 3000-ൻ്റെയും 4000-ൻ്റെയും ഉണ്ട്. ബാബ അനുഭവിയാണല്ലോ. വാളിന് വളരെ മാന്യതയുണ്ട്. ഗുരു ഗോവിന്ദ് സിംഗിൻ്റെ വാളിന് എത്ര മാന്യതയുണ്ട്. അപ്പോൾ കുട്ടികളായ നിങ്ങളിലും യോഗത്തിൻ്റെ ബലം വേണം. ജ്ഞാനവാളിൽ മൂർച്ച വേണം. മൂർച്ച വരുന്നതിലൂടെ തന്നെയാണ് പെട്ടെന്ന് മനസ്സിലാക്കുന്നത്. ഡ്രാമയനുസരിച്ച് നിങ്ങൾ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുന്നു. എത്രത്തോളം ബാബയെ ഓർമ്മിക്കുമോ, ഓർമ്മയിലൂടെ തന്നെയാണ് പാപം ഇല്ലാതാകുന്നത്. പതിത പാവനായ ബാബ തന്നെയാണ് യുക്തി പറഞ്ഞു തരുന്നത്. വീണ്ടും കൽപ്പത്തിനു ശേഷവും ഇങ്ങനെ തന്നെ വന്ന് നിങ്ങൾക്ക് ജ്ഞാനം നൽകും. ഇദ്ദേഹത്തിനെ തന്നെ എല്ലാം ത്യാഗം ചെയ്യിച്ച് ഇതേപോലെ തന്നെ തൻ്റെ രഥമാക്കി മാറ്റും. കുട്ടികളായ നിങ്ങൾക്ക് അവിടെ എത്ര ആകർഷണമുണ്ടായി. എങ്ങനെ എല്ലാവരും ഓടി വന്നു. ബാബയിൽ ആകർഷണമുണ്ടല്ലോ. ഇപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ സമ്പൂർണം ആകേണ്ടതുണ്ട്. നമ്പർ അനുസരിച്ച് തന്നെയാണ് ആകുന്നത്. ഈ രാജധാനി സ്ഥാപിതമാകുന്നു. സൃഷ്ടിചക്രത്തെ മനസ്സിലാക്കി. സത്യയുഗ ആദ്യം മുതൽ കലിയുഗ അന്ത്യം വരെയും. ഇപ്പോൾ സംഗമയുഗമാണ്. ബാബയ്ക്കും തീർച്ചയായും പാവനമാക്കുന്നതിനു വേണ്ടി വരേണ്ടി വരും. പാവനം എന്നാൽ സദോ പ്രധാനം. പിന്നെ മാലിന്യം ചേർന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ ആ മാലിന്യം നീങ്ങുന്നത് എങ്ങനെ? ആത്മാവ് സത്യമാകുമ്പോൾ ആഭരണവും സത്യമാകും, അതായത് വെളുത്ത ശരീരം ആയിരിക്കും. ആത്മാവ് അസത്യമാകുമ്പോൾ ശരീരവും പതീതമാകുന്നു. ജ്ഞാനത്തിന് മുൻപേ ഇദ്ദേഹവും നമിക്കുകയും വന്ദിക്കുകയും ചെയ്യുമായിരുന്നു. ലക്ഷ്മി നാരായണന്റെ ഓയിൽ പെയിന്റിലുള്ള വലിയ ചിത്രം സിംഹാസനത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അവരെ തന്നെ വളരെ സ്നേഹത്തോടെ ഓർമ്മിച്ചിരുന്നു. മറ്റാരുടെയും ഓർമ്മയുണ്ടായിരുന്നില്ല. പുറത്ത് മറ്റു ഭാഗത്തേക്ക് ചിന്തിക്കുമായിരുന്നെങ്കിൽ സ്വയം തന്നെ ചമ്മട്ടി കൊണ്ട് അടിക്കുമായിരുന്നു. മനസ്സ് ഓടുന്നത് എന്തുകൊണ്ട്? ദർശനം എന്തുകൊണ്ട് ലഭിക്കുന്നില്ല? ഭക്തിയിൽ ആയിരുന്നുവല്ലോ. പിന്നെ എപ്പോഴാണോ വിഷ്ണുവിൻ്റെ ദർശനമുണ്ടായത്, അപ്പോഴും നാരായണനൊന്നും ആയില്ല. പുരുഷാർത്ഥം തീർച്ചയായും ചെയ്യേണ്ടതുണ്ട്. എയിം ഓബ്ജക്റ്റ് മുന്നിൽ നിൽക്കുകയാണ്. ഇവർ ചൈതന്യത്തിൽ ഉണ്ടായിരുന്നു. അവരുടെ ജഡചിത്രം ഉണ്ടാക്കിയിരിക്കുകയാണ്. ബാബ പാവനമാക്കുവാൻ വന്നിരിക്കുന്നു. നരനിൽ നിന്നും നാരായണനാക്കുന്നു. നിങ്ങളും അവരുടെ രാജധാനിയിലായിരുന്നു. വീണ്ടും ഇങ്ങനെ ആകുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. അപ്പോൾ നല്ല രീതിയിൽ ഫോളോ ചെയ്യേണ്ടതാണ്. ബ്രഹ്മാവിനെ ദേവത എന്ന് പറയില്ല. വിഷ്ണു ദേവത എന്നത് ശരിയാണ്. മനുഷ്യർക്കാണെങ്കിൽ ഒന്നും അറിയില്ല. ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു എന്ന് പറയുന്നു. ഇപ്പോൾ വിഷ്ണു ആരുടെ ഗുരുവായി? എല്ലാവരെയും ഗുരു എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ശിവ പരമാത്മായ നമ. ആ ഒന്നിനെ ഗുരുവെന്നും ആ ഒന്നിനെ പരമാത്മാവെന്നും പറയുന്നു. ഏറ്റവും വലിയവൻ ബാബയാണല്ലോ. ആ ഒന്നിലൂടെ നമ്മൾ ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നു, മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതിനു വേണ്ടി. സദ്ഗുരു എന്താണോ നിങ്ങളെ മനസ്സിലാക്കിക്കുന്നത്, അത് നിങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നു. ഗുരുവിനെ ഇത് പിതാവാണ്, ടീച്ചറാണ് എന്ന് പറയില്ല. അല്ലാത്ത പക്ഷം ഈ മുഴുവൻ നോളജും നിങ്ങളുടെ ബുദ്ധിയിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. നമ്മൾ ശിവാലയത്തിലായിരുന്നു, ഇപ്പോൾ വേശ്യാലയത്തിൽ ആയിരിക്കുന്നു. വീണ്ടും ഇപ്പോൾ ശിവാലയത്തിലേക്ക് പോകേണ്ടതുണ്ട്. ബ്രഹ്മത്തിൽ ലയിച്ചുവെന്നും ജ്യോതി ജ്യോതിയിൽ ലയിച്ചുവെന്നും പറയുന്നു. പക്ഷേ ആത്മാവ് അവിനാശിയാണ്. ഓരോരുത്തരിലും അവരവരുടേതായ പാർട്ട് നിറഞ്ഞിരിക്കുകയാണ്. എല്ലാവരും ആക്ടേഴ്സാണ്. അവർക്ക് അവരുടെ പാർട്ട് അഭിനയിക്കുക തന്നെ വേണം. അതൊരിക്കലും മായുക സാധ്യമല്ല. മുഴുവൻ ലോകത്തിലെയും ഏതെല്ലാം ആത്മാക്കളുണ്ടോ അവർക്ക് പാർട്ട് അഭിനയിക്കേണ്ടതുണ്ട്. പുതിയതായി ഷൂട്ടിംഗ് നടക്കുന്നത് പോലെ. എന്നാൽ ഇത് ഈ അനാദിയായ ഷൂട്ടിംഗ് നടന്നു കഴിഞ്ഞു. ഈ വേൾഡിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇത് വണ്ടർഫുൾ നക്ഷത്രമാണ്. അത് ഭൃഗുടിയുടെ മധ്യത്തിൽ തിളങ്ങുന്നു. ഒരിക്കലും തേഞ്ഞു മാഞ്ഞു പോകുന്നില്ല. ഈ ജ്ഞാനം നിങ്ങളിൽ മുൻപ് ഉണ്ടായിരുന്നില്ല. വണ്ടർ ഓഫ് വേൾഡ്.
ഹെവൻ അഥവാ സ്വർഗം എന്ന പേര് കേട്ട് മനസ്സ് സന്തോഷിക്കുന്നു. ഇപ്പോൾ സത്യയുഗമേ അല്ല, ഇപ്പോൾ കലിയുഗമാണ്. പുനർജന്മവും കലിയുഗത്തിൽ തന്നെയാണ് എടുക്കുക. എല്ലാവർക്കും തീർച്ചയായും പോകേണ്ടതുണ്ട്. എന്നാൽ പതീത ആത്മാക്കൾക്ക് പോകാൻ സാധിക്കില്ല. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ യോഗബലത്തിലൂടെ പാവനമാകുന്നു. പാവനലോകം ഗോഡ് ഫാദർ തന്നെയാണ് സ്ഥാപിക്കുന്നത്. പിന്നെ രാവണൻ ഹെല്ലാക്കുന്നു. ഇത് പ്രത്യക്ഷമാണല്ലോ. രാവണനെ കത്തിക്കുന്നുണ്ടല്ലോ. മനുഷ്യർ പറയുന്നു ഇത് അനാദിയായി തുടർന്നു വരുന്നു എന്ന്. പക്ഷേ എപ്പോൾ മുതൽ ആരംഭിക്കുന്നു ഇതും ആർക്കും അറിയില്ല. പകുതി ആക്കുവാൻ സാധിക്കില്ല. കാരണം ലക്ഷക്കണക്കിന് വർഷങ്ങൾ എന്നാണ് പറയുന്നത്. കലിയുഗത്തിനെ പിന്നെ 40,000 വർഷം എന്ന് പറയുന്നു. മനുഷ്യർ ഘോര അന്ധകാരത്തിലാണല്ലോ. അജ്ഞാന നിദ്രയിൽ നിന്നും ഉണരുന്നത് വളരെ പ്രയാസമാണ്. ഉണരുന്നതേയില്ല. ഇപ്പോൾ സംഗമയുഗമാണ്. ഇതിൽ ബാബ വന്ന് പാവനമാക്കുന്നതിനുള്ള യുക്തി പറഞ്ഞു തരുന്നു. നിങ്ങൾ പാവനമാകും. അപ്പോൾ പാവനലോകം സ്ഥാപിതമാവുക തന്നെ ചെയ്യും. ഈ പതീത ലോകമേ ഇല്ലാതായി പോകും. ഇപ്പോൾ എത്ര വലിയ ലോകമാണ്. സത്യയുഗത്തിൽ വളരെ ചെറിയ ലോകമാകും. ഇപ്പോൾ മായയുടെ മേൽ ജയം നേടി പാവനം തീർച്ചയായും ആകേണ്ടതുണ്ട്. ബാബ പറയുന്നു മായ വളരെ പ്രബലമാണ്. പാവനമാകുന്നതിൽ തന്നെയാണ് അനേകം പ്രകാരത്തിലുള്ള വിഘ്നമിടുന്നത്. പവിത്രമാകുന്നതിൻ്റെ ധൈര്യം വയ്ക്കുന്നു. പിന്നെ മായ വന്ന് എന്തവസ്ഥയുണ്ടാക്കുന്നു? മുഷ്ടി ചുരുട്ടി ഇടിച്ച് വീഴ്ത്തുന്നു. ചെയ്ത സമ്പാദ്യം ഇല്ലാതാക്കുന്നു. പിന്നെ വളരെയധികം പ്രയത്നിക്കേണ്ടി വരുന്നു. ചിലരാണെങ്കിൽ വീഴുന്നു, പിന്നെ മുഖം പോലും കാണിക്കുന്നില്ല. പിന്നെ ഇത്രയും ഉയർന്ന പദവി നേടാൻ സാധിക്കില്ല. പുരുഷാർത്ഥം പൂർണ്ണമായും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഫെയിലാകുവാൻ പാടില്ല. അതിനാൽ ചിലർ ഗന്ധർവ വിവാഹവും ചെയ്ത് കാണിക്കുന്നു. സന്യാസിമാർ പറയുന്നു വിവാഹം ചെയ്ത് പവിത്രമായി ജീവിക്കുന്നത് ഇമ്പോസിബിളാണ്. ബാബ പറയുന്നു പോസിബിളാണ്. കാരണം പ്രാപ്തി വളരെയധികമുണ്ട്. ഈ ഒരു അന്തിമ ജന്മത്തിൽ നിങ്ങൾ പവിത്രമാകുമെങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്തിൻ്റെ ചക്രവർത്തി പദം ലഭിക്കും. ഇത്രയും വലിയ പ്രാപ്തിക്ക് വേണ്ടി നിങ്ങൾക്ക് ഒരു ജന്മം പവിത്രമായിരിക്കാൻ സാധിക്കുന്നില്ലേ? ബാബ നമ്മൾ തീർച്ചയായും ഇരിക്കും എന്ന് പറയുന്നു. സിക്കുകാരും പവിത്രതയുടെ കങ്കണം ഇടുന്നു. ഇവിടെ ഏതെങ്കിലും ചരടോ മറ്റോ കെട്ടേണ്ട കാര്യമില്ല. ഇത് ബുദ്ധിയുടെ കാര്യമാണ്. ബാബ പറയുന്നു എന്നെ മാത്രം ഓർമ്മിക്കൂ. പുത്രിമാർ വളരെ പേരെ കേൾപ്പിക്കുന്നു. എന്നാൽ വലിയ വ്യക്തികളുടെ ബുദ്ധിയിൽ ഇരിക്കുന്നില്ല. ബാബ പറയുന്നു ആദ്യം അവരെ നല്ല രീതിയിൽ മനസ്സിലാക്കിച്ചു കൊടുക്കൂ. ഇവരെല്ലാം പ്രജാപിത ബ്രഹ്മാവിൻ്റെ സന്താനമാണ്. ശിവ് ബാബയിൽ നിന്നും സമ്പത്ത് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. പതിതത്തിൽ നിന്നും പാവനം ആകേണ്ടതുണ്ട്. ഇപ്പോൾ ബാബ പറയുന്നു എന്നെ മാത്രം ഓർമ്മിക്കൂ. ഇങ്ങനെ ആർക്കും തന്നെ പറയുവാൻ സാധിക്കില്ല. ആദ്യം അവരുടെ ബുദ്ധിയിൽ ഇരുത്തണം. ഭാരതം വൈസ്ലെസ് ആയിരുന്നു, ഇപ്പോൾ വിഷ്യസ് ആണ്. വീണ്ടും വൈസ്ലെസ് എങ്ങനെയാകും? ഭഗവാൻ വാച എന്നെ മാത്രം ഓർമ്മിക്കൂ. ഇത്രമാത്രം പറഞ്ഞാലും അഹോ ഭാഗ്യം. എന്നാൽ ഇത്ര പോലും പറയാൻ സാധിക്കുന്നില്ല. മറന്നുപോകും. ബാബ മനസ്സിലാക്കിച്ചിട്ടുണ്ടായിരുന്നു ഉദ്ഘാടനം ബാബ ചെയ്തു കഴിഞ്ഞു. ബാക്കി നിങ്ങൾ നിമിത്തമായി ചെയ്യുകയാണ്. ഫൗണ്ടേഷൻ സ്ഥാപിച്ചു കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ സർവീസ് സ്റ്റേഷന്റെ ഉദ്ഘാടനം നടക്കുകയാണ്. ഇത് ഗീതയുടെ തന്നെ കാര്യമാണ്. ഗീതയിലുമുണ്ട് ഹേ കുട്ടികളെ, നിങ്ങൾ കാമത്തിന്റെ മേൽ ജയം നേടൂ. അപ്പോൾ ഇങ്ങനെ 21 ജന്മങ്ങളിലേക്ക് ജഗത് ജീത്താകും. സ്വയം ആയില്ലെങ്കിൽ പോലും മറ്റുള്ളവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കും. ഇങ്ങനെയും ധാരാളം പേരുണ്ട്. അവർ മറ്റുള്ളവരെ ഉയർത്തുകയും സ്വയം വീണു കിടക്കുകയും ചെയ്യുന്നു. കാമം മഹാശത്രുവാണ്. പൂർണ്ണമായും ഗട്ടറിൽ അഴുക്കുചാലിൽ വീഴ്ത്തുന്നു. ഏത് കുട്ടികളാണോ കാമത്തിന്റെ മേൽ ജയം നേടുന്നത് അവർ തന്നെയാണ് ജഗത് ജീത് ആകുന്നത്. ശരി, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക്
മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഈ അന്തിമ ജന്മത്തിൽ സർവപ്രാപ്തികളെയും മുന്നിൽ വച്ച് പാവനമായി കാണിക്കണം. മായയുടെ വിഘ്നങ്ങളോട് തോറ്റുപോകരുത്. എയിം ഒബ്ജക്റ്റ് മുന്നിൽ വച്ച് പൂർണ്ണ പുരുഷാർത്ഥം ചെയ്യണം. ഏതുപോലെ ബ്രഹ്മബാബ പുരുഷാർത്ഥം ചെയ്ത് നരനിൽ നിന്നും നാരായണനാകുന്നു, അതേപോലെ ഫോളോ ചെയ്ത് സിംഹാസനസ്ഥരാകണം. ആത്മാവിനെ സദോ പ്രധാനം ആക്കുന്നതിൻ്റെ പ്രയത്നം ചെയ്യണം. വരദാനം: അധികാരിയായി സമസ്യകളെ കളികൾ പോലെ മറികടക്കുന്ന ഹീറോ പാർട്ട്ധാരിയായി ഭവിക്കട്ടെ. എങ്ങനെയുള്ള പരിതസ്ഥിതികളുമായിക്കൊള്ളട്ടെ, സമസ്യകളുമായിക്കൊള്ളട്ടെ, എന്നാൽ സമസ്യകൾക്ക് അധീനമാകരുത്. അധികാരിയായി സമസ്യകളെ ഈ വിധം മറികടക്കൂ. ഒരു കളി പോലെ പുറമേ കരയുന്നതിൻ്റെ പാർട്ടായിക്കൊള്ളട്ടെ, എന്നാൽ ഉള്ളിൽ ഇതെല്ലാം കളിയാണ് എന്നതുണ്ടായിരിക്കണം. അതിനെയാണ് ഡ്രാമ എന്ന് പറയുന്നത്. നമ്മൾ ഡ്രാമയിലെ ഹീറോ പാർട്ട്ധാരിയാണ്. ഹീറോ പാർട്ട്ധാരി എന്നാൽ ആക്യുറേറ്റായി പാർട്ട് അഭിനയിക്കുന്നവർ. അതിനാൽ കടുത്ത സമസ്യയെയും കളിയായി മനസ്സിലാക്കി ലഘൂകരിക്കൂ. അപ്പോൾ യാതൊരു ഭാരവും ഉണ്ടാവുകയില്ല. സ്ലോഗൻ: സദാ ജ്ഞാനത്തിൻ്റെ സ്മരണയിലിരിക്കൂ. അപ്പോൾ സദാ ഹർഷിതമായിരിക്കും. മായയുടെ ആകർഷണത്തിൽ നിന്നും രക്ഷപ്പെടും. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. ഈ സങ്കല്പങ്ങൾ മനസ്സിൽ കൊണ്ടുവരൂ. മസ്തകത്തിൽ തിളങ്ങുന്ന ഭാഗ്യ നക്ഷത്രമാണ് ഞാൻ. എന്നിൽ നിന്നും നാനാഭാഗത്തും ദിവ്യതയുടെ പ്രകാശം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു സെക്കൻഡിൽ ഞാൻ പരംധാം നിവാസിയാകുന്നു. ശിവബാബയുടെ തേജസ്വി സ്വരൂപത്തിൽ മനസ്സിനെ ഏകാഗ്രമാക്കി ബാബയുടെ സമീപത്ത് ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഭാഗ്യവിധാതാവായ ബാബ, അങ്ങയുടെ ഈ മധുര സാമീപ്യം, ഈ ദിവ്യവും അലൗകികവുമായ കൂടിക്കാഴ്ച എന്നെ ശ്രേഷ്ഠ ഭാഗ്യശാലി നക്ഷത്രമാക്കി മാറ്റുന്നു. സഫലതാ നക്ഷത്രമാക്കി മാറ്റുന്നു. ഹോളി നക്ഷത്രമാക്കി മാറ്റുന്നു. ശാന്തിയുടെ നക്ഷത്രമാക്കി മാറ്റുന്നു. പ്രാപ്തി സ്വരൂപ നക്ഷത്രമാക്കി മാറ്റുന്നു. മധുരമായ ബാബ, സംഗമയുഗത്തിൽ അങ്ങ് നൽകുന്ന ഈ ശ്രേഷ്ഠ ഭാഗ്യത്തിൻ്റെ അധികാരി ആത്മാവായി ഞാൻ സ്വയം അനുഭവിക്കുന്നു. ശിവബാബയുമായുള്ള ഈ മധുര മിലനത്തിൻ്റെ ആത്മീയ ആനന്ദത്തിലും സന്തോഷ അവസ്ഥയിലും ഞാൻ സ്ഥിതി ചെയ്യുന്നു.
ഈ സ്ഥിതിയിലിരുന്നു കൊണ്ട് പരമാത്മാ പ്രാപ്തികളുടെ ശ്രേഷ്ഠ ഭാഗ്യം ഞാൻ അന്യ ആത്മാക്കൾക്കും പങ്കുവയ്ക്കുന്നു. എന്നിൽ നിന്നും പ്രസരിക്കുന്ന പരമാത്മാ പ്രാപ്തികളുടെ സകാശ് അന്യ ആത്മാക്കളുടെ ആത്മദീപത്തെ പ്രകാശിപ്പിക്കുന്നു. അവരും പരമാത്മാ പ്രാപ്തികളിലൂടെ ഭാഗ്യശാലിയായി മാറട്ടെ.